നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ മകൾ വീണയുടെ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് പച്ചക്കള്ളമായിരുന്നുവെന്ന് അടുത്ത ആഴ്ച ഇഡി തെളിയിക്കും. മകൾ വീണ കമ്പനി തുടങ്ങിയത് ഭാര്യ കമല പെൻഷനായപ്പോൾ ലഭിച്ച തുക കൊണ്ടാണെന്ന് പിണറായി വിജയൻ മുമ്പ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. വീണയുടെ തട്ടിപ്പ് കമ്പനി സ്ഥാപിക്കാൻ പണം നൽകിയതും കരിമണൽ കർത്തയായിരുന്നുവെന്ന് ഇഡി തെളിയിക്കും. പിണറായി വിജയന്റെ ഭാര്യ എത്ര നാൾ അധ്യാപികയായി ജോലി ചെയ്തെന്നും എത്ര രൂപ ആനുകൂല്യം കിട്ടിയെന്നും ഇഡിയുടെ പക്കൽ തെളിവുണ്ട്. മാസപ്പടിയും പിണറായിക്കുള്ള വിഹിതവും നൽകാൻ മകൾ വീണയുടെ പേരിൽ എക്സാലോജിക് കമ്പനി കരിമണൽ ലോബി സ്ഥാപിച്ചതാണെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. ഭർത്താവ് മുഹമ്മദ് റിയാസിനും പിടിച്ചു നിൽക്കാനാവില്ല. വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ സംഭാവന കൊണ്ടാണെന്ന് നിയമസഭയിൽ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത്. വീണയുടേത് കടലാസ് കമ്പനി മാത്രമായിരുന്നുവെന്നും കരിമണൽ കമ്പനിക്ക് ഒരു സേവനവും വീണയുടെ തരികിട കമ്പനിയും ചെയ്തിട്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്നുമാണ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി നിയമസഭയിൽ പറഞ്ഞിരുന്നത്. പിണറായി നിയമസഭയിൽ ഇങ്ങനെയാണ് വിശദീകരിച്ചത്: എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നു. നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങ്, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല. കട്ടുകൊണ്ട് കള്ളം മുന്നോട്ട് എന്ന മട്ടിൽ പിണറായി പറഞ്ഞത് MP ഗോവിന്ദനും ഏറ്റുപാടി. പാർട്ടിക്കും നേതാക്കൾക്കും തലച്ചോറ് അടിയറവ് വെച്ച പൊട്ട സഖാക്കൾ അത് അപ്പാടെ വിശ്വസിച്ച് വിഴുങ്ങുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മകൾക്കെതിരായ ആരോപണങ്ങളിൽ ഇത് ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണ്. നിങ്ങൾ ആരോപണം ഉയർത്തു, ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാം. ഒരാരോപണവും എന്നെ ഏശില്ല. കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്നില്ല. മുമ്പ് ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണങ്ങൾ. ഇപ്പോൾ മകൾക്ക് എതിരായി ബിരിയാണി ചെമ്പടക്കം മുമ്പ് പറഞ്ഞതൊന്നും നമ്മൾ ഏശില്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞൊപ്പിച്ചത്. വീണയും CMRലും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRലും 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഇഡിയുടെ കൈവശമുണ്ട്. കരിമണൽ കർത്തയ്ക്ക് പുറമെ നിരവധി പേരുടെ കോടികളുടെ സംഭാവന വീണയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നും ഇതിൽ വൻകിട കമ്പനികൾ ഉൾപ്പെട്ടതായും ഇഡി തെളിവടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വീണയ്ക്ക് വന്ന ഇമെയിൽ സന്ദേശങ്ങളുടെ പകർപ്പുകളും മറ്റു തട്ടിപ്പുകളുടെ വമ്പൻ തെളിവായി മാറും. മകൾ വീണയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ഉണ്ട്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് 2 ആഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടിരുന്നത്. വീണയ്ക്ക് സമയം അനുവദിക്കാൻ തയ്യാറല്ലെന്ന് ഇഡി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. CMRL MD ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെ 8 പേരും ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകും. CMRൽ നിന്ന് വീണയ്ക്ക് ലഭിച്ച പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനാണ് ഇഡി നീക്കം. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത.